നമസ്കാരം. നിങ്ങളെ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ആനന്ദ കണ്ണീർ കാട്ടിത്തരാം. അത് കണ്ടതിന് ശേഷം ഈ സർക്കാർ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, ചേർത്തു പിടിച്ചത് ഈ നാട്ടിലെ നിരാലംബരായ മനുഷ്യരെയാണ്, അവരുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നതിന് ആ കണ്ണീർ ഒരു ഉദാഹരണമാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി സഹിച്ച് ഞങ്ങൾക്ക് അമ്പൂരി പണിയൊക്കെ ചെയ്ത് കല്ല് മാച്ച് ഇറക്കി കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു ഞങ്ങൾ. ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയാണ് ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. പറഞ്ഞാൽ വള്ളത്തിൽ കയറ്റി ചുമന്ന് ആണ് കടയിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. വള്ളത്തിൽ ഒന്നിരിക്കണം, ഒരുപാട് നേരം ഇരിക്കണം. ഒരിടം ഇരുന്ന് നമ്മൾ പോകാൻ നോക്കും. ഒരു കൊച്ചെങ്കിലും കൂടെ ആശ്രമം പോകണമെങ്കിൽ നമ്മൾ പോകാനും ഒക്കില്ല. അതുകൊണ്ട് മലയിൽ നിന്നൊക്കെ വരണ്ടേ. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു ഞങ്ങൾ. ഇപ്പൊ ഞങ്ങൾ കാലം വന്നപ്പോൾ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷം. ഞങ്ങൾക്ക് ഇനി ഒന്നും കിട്ടാൻ എല്ലാത്തിനും നമുക്ക് സന്തോഷമാണ്. ദൈവമേ, ഞങ്ങൾക്ക് മോശം കിട്ടിയത് മതി. ഒരു റൂക്കട് വന്നിരുന്നാലും എന്താണ് ഞങ്ങൾക്ക് പോയിട്ട് പെട്ടെന്ന് പോരാ, അല്ലെങ്കിൽ വള്ളത്തിന് കാത്തു കിടക്കണം. കണ്ടല്ലോ, സർക്കാരിന്റെ വികസന സ്പർശം ഏറ്റുവാങ്ങിയപ്പോൾ അതിന്റെ സന്തോഷ കണ്ണീരാണ്. അരനൂറ്റാണ്ട് നീണ്ട സങ്കടങ്ങൾക്കാണ് പരിഹാരമായത്. എന്താണെന്നല്ലേ, തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലുള്ള മനുഷ്യരുടെ സന്തോഷ കണ്ണീരാണ്. അവരുടെ ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് നീണ്ട സഞ്ചാര പ്രശ്നം അഥവാ യാത്ര ചെയ്യാനുള്ള പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് നാളെ അവസാനമാവുകയാണ്. അതായത് നെയ്യാർ ഡാമിന് കീഴിൽ കിഫ്ബിയിൽ നിന്ന് 24 കോടി രൂപ ചെലവഴിച്ച് കുമ്പിച്ചൽ കടവ് പാലം ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കി. അത് നാളെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. നെയ്യാർ ഡാം നിർമ്മിച്ച സന്ദർഭത്തിൽ ഒറ്റപ്പെട്ടു പോയത് 11 ആദിവാസി ഊരുകളാണ്. പല സർക്കാരുകൾ വന്നു പോയെങ്കിലും ഏറ്റവും ഒടുവിൽ 10 വർഷം തുടർച്ചയായി കിട്ടിയപ്പോൾ ഈ സർക്കാർ ആ മനുഷ്യരുടെ കണ്ണീരൊപ്പുക എന്നത് ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തു. അതിൽ ഒരലംഭാവവും വരുത്തിയില്ല. ഒടുവിൽ അത് യാഥാർത്ഥ്യമാക്കിയ സന്ദർഭത്തിലാണ് ആ ജനങ്ങളുടെ ആനന്ദ കണ്ണീർ നിങ്ങൾ കേൾക്കുന്നത്. വള്ളം മാത്രം ആശ്രയമുണ്ടായിരുന്ന മനുഷ്യരാണ്. യാത്ര അപ്പുറവും ഇപ്പുറവും പോയി വരാൻ മണിക്കൂറുകൾ വള്ളത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇന്ന് ആ പ്രതിസന്ധി അവരുടെ ജീവിതകാലത്ത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നതാണോ വികസന മാതൃക? അത് ഏതൊക്കെ ആദിവാസി ഊരുകളെന്ന് കൂടി നിങ്ങൾ കേൾക്കണം. ഈ നെയ്യാർ ഡാം നിർമ്മിച്ച സന്ദർഭത്തിൽ 11 ആദിവാസി ഊരുകളിലെ 1700-ലധികം കുടുംബങ്ങളുടെ ജീവിതമാണ് ഇതോടെ തോണിയിലുണ്ടായിരുന്ന യാത്ര അവസാനിപ്പിച്ച് അഭിമാനത്തോടെ അവർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വികസനം എത്തിച്ചിരിക്കുന്നത്. ആർക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത്? പ്രിവിലേജ്ഡ് മനുഷ്യർക്കല്ല, അൺപ്രിവിലേജ്ഡ് ആയിപ്പോയ മനുഷ്യർക്ക്. അവരുടെ ജീവിതങ്ങളിലേക്കാണ് വികസനങ്ങൾ എത്തേണ്ടത്, അവരുടെ ജീവിതങ്ങളാണ് കരുപിടിപ്പിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം. അതാണ് കമ്മ്യൂണിസ്റ്റ് ആശയം. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ വാർത്തയല്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ സർക്കാരിനെതിരെ വൻകിട മുതലാളിമാർ ഉൾപ്പെടെയുള്ള ചിലർ സംഘടിതമായി നിന്ന് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജാതി മതക്കാരെല്ലാം ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാലെയല്ല പോയത്. 10 വർഷം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചു. അത് യാഥാർത്ഥ്യമാകുകയാണ് നാളെ. അമ്പൂരിയിലെ ഈ 11 ആദിവാസി ഊരുകളിലെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സന്തോഷമുണ്ടല്ലോ, അത് തന്നെയാണ് വികസനത്തിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. 24 കോടി രൂപ കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിയാണ്. കിഫ്ബി ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അതിനോടൊപ്പം 11 മരാമത്ത് പണികളുടെ ഉദ്ഘാടനവും നാളെ നിർവഹിക്കുമ്പോൾ ആ മേഖലയിൽ വലിയൊരു ടൂറിസം സാധ്യത കൂടി ഉണ്ടാവുകയാണ്. ആ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇനി കരുപിടിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനമായിട്ടുള്ള പാലം നിർമ്മാണമായിരുന്നു. അവരുടെ ഊരുകളിലേക്കുള്ള റോഡ് സംവിധാനം എത്തണമായിരുന്നു. എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നത് വികസന മാതൃകയാണോ അല്ലയോ? അത് മാത്രമാണ് ഈ സർക്കാർ ലക്ഷ്യം വെച്ചത്. പരിപൂർണമായില്ലെങ്കിൽ പോലും 80% ഇടങ്ങളിലേക്ക് അത്തരം സൗകര്യം എത്തിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി അവരുടെ ജീവിതങ്ങളിലേക്ക് വികസനത്തിൻ്റെ മാധുര്യം എത്തിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ കുമ്പിച്ചൽ കടവ് പാലമെന്ന് നിസ്സംശയം പറയാം. അതിന് തയ്യാറായിട്ടുള്ള MLAയും ഒപ്പം തന്നെ സർക്കാരിനെയും അഭിനന്ദിക്കാതിരിക്കാൻ ആ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയില്ലെന്നേ. അതുകൊണ്ടാണ് ഈ സർക്കാർ
വീണ്ടും തുടരുമെന്ന് ആവർത്തിച്ച് പറയപ്പെടുന്നത്.